റൊമേനിയയുടെ തലസ്ഥാനമായ ബുക്കാറസ്റ്റ്. അതിൻ്റെ കാഴ്ചകളിൽ ഞാൻ സഞ്ചാരം തുടങ്ങിയിരിക്കുകയാണ്. കല്ലുവിരിച്ച പാതയുടെ അങ്ങേയറ്റത്ത് ഒരു ദേവാലയം കാണാം. ബെസറിക്ക സ്ഫാൻഡുൾ ആൻഡേൺ എന്നറിയപ്പെടുന്ന റൊമേനിയൻ ഓർത്തഡോക്സ് ദേവാലയം. ഓൾഡ് കോർട്ട് ചർച്ച് എന്നും പ്രാദേശികമായി അതറിയപ്പെടുന്നുണ്ട്. ലോകത്തെവിടെയും സംരക്ഷിതമായ ഓൾഡ് സിറ്റികളെല്ലാം ഈ വിധം കല്ലുപാകി മനോഹരമാക്കിയ വഴികളോട് കൂടിയവയാണ്. ഇവിടങ്ങളിൽ വാഹന ഗതാഗതം അനുവദിക്കില്ല. പാതയോരങ്ങളിൽ റെസ്റ്റോറൻറ്റുകൾ. അവയിൽ ചിലത് മുന്തിരിപ്പന്തലിന് ചുവട്ടിലാണ്. ബുക്കാറസ്റ്റിൽ ഞാൻ വന്നിറങ്ങിയിട്ട് അധിക നേരമായിട്ടില്ല. ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന നഗരമാണെങ്കിലും മുൻഗണനയനുസരിച്ച് ഓരോ കാഴ്ചയിലേക്കും കൊണ്ടുപോകാൻ ആരുമുണ്ടാവില്ല. ബുക്കാറസ്റ്റിലെ കാഴ്ചകൾ പകർത്തുന്നത് ഈ ഓൾഡ് സിറ്റി സെൻറ്ററിൽ നിന്നുമാകാമെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. ദേവാലയത്തിന് മുന്നിൽ ചരിത്രാവശിഷ്ടങ്ങൾ പോലെ തകർന്നു കിടക്കുന്ന ചില നിർമ്മിതികളും കാണുന്നുണ്ട്. ചുറ്റും നിറം മങ്ങിയ കെട്ടിടങ്ങൾ. 5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബുക്കാറസ്റ്റ് നഗരത്തിൻ്റെ കേന്ദ്രഭാഗമായിരുന്നു ഇവിടം. സംഭവബഹുലമായ നൂറ്റാണ്ടുകളിലൂടെ കടന്നുവന്ന ബെസറിക്ക സ്ഫാൻഡുൾ ആൻഡേണിലേക്ക് നടക്കുകയാണ്. സെന്റ് ആന്റണീസ് ചർച്ച് എന്നാണ് ആ ദേവാലയ നാമത്തിൻ്റെ ഭാഷാന്തരം. ചുടുകട്ടയും ചുണ്ണാമ്പുകല്ലും ചേർത്തുവച്ചുണ്ടാക്കിയ പള്ളി ബൃഹത്തായൊരു നിർമ്മിതിയൊന്നുമല്ല. റൊമേനിയയിൽ കാണുന്ന ദേവാലയങ്ങൾ പൊതുവെ ചെറുതാണ്. ഒരു ഭാഗത്ത് ചുടുകട്ട കൊണ്ട് പണിത വലിയൊരു മണിഗോപുരം. ഇതാണ് പള്ളിയുടെ മുൻഭാഗത്തെ പ്രധാന കവാടം. ചെറിയൊരു കമാനം. അതിനുമപ്പുറം ചില്ലിട്ട മരവാതിൽ. വാതിൽ തുറന്ന് അകത്തു കയറുമ്പോൾ സുഖകരമായ ഒരു ചൂടാണ് വരവേൽക്കുന്നത്. പള്ളിയിൽ ഒരു ചടങ്ങ് നടക്കുകയാണ്. ഒരു കുഞ്ഞിൻ്റെ മാമോദിസ. എനിക്ക് വീണ് കിട്ടിയ ഒരു അവസരമായി ഇത്. റൊമേനിയയിൽ മതപരമായ ഒരു ചടങ്ങ് ക്യാമറയിലാക്കാനാവുമല്ലോ. ഒരു കുടുംബത്തിലെ അംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രം പങ്കെടുക്കുന്ന ചടങ്ങാണ്. അത് അനുവാദമില്ലാതെ ഷൂട്ട് ചെയ്യുന്ന എന്നെ ഇവർ പിടിച്ച് പുറത്തിറക്കി വിടുമോ എന്ന ആശങ്കയില്ലാതില്ല. പക്ഷേ ആരും എന്നെ ശ്രദ്ധിക്കുന്നു പോലുമില്ല. ഏറ്റവും പിന്നിൽ നിന്ന് ഞാൻ ആ ചടങ്ങുകൾ പകർത്തുകയാണ്. യൂറോപ്പിൽ ഓർത്തഡോക്സ് പള്ളികളുടെ ഉൾത്തടങ്ങൾ ഇത്തരത്തിൽ ഇരുളിമയാർന്ന അലങ്കാരങ്ങളോട് കൂടിയതാണ്. ധ്യാനത്തിന് പറ്റിയ അന്തരീക്ഷമുള്ള ഒരു മധ്യകാല മൊണാസ്ട്രിയുടെ ഉൾത്തളം പോലെ അല്പം ദുരൂഹതയുണർത്തുന്ന അകം. വൈദികൻ പ്രാർത്ഥനയുടെ അവസാന ഘട്ടത്തിലാണ്. വേദപുസ്തകം മടക്കി നൽകി അദ്ദേഹം കുഞ്ഞിനെ കയ്യിലെടുക്കുന്നു. പാവക്കുഞ്ഞിനെ പോലുള്ള ഒരു കൊച്ചു പെൺകുട്ടി. കുഞ്ഞിനെ അൾത്താരയിൽ കൊണ്ടുപോയി ആശീർവദിക്കുന്നു. പിന്നീട് യേശുക്രിസ്തുവിൻ്റെ ചിത്രത്തിനു മുന്നിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കന്യകാമറിയത്തിൻ്റെ ചിത്രത്തിന് മുന്നിൽ കൊണ്ടുചെന്ന് അനുഗ്രഹം യാചിക്കുന്നു. കാവൽ മാലാഖമാരുടെയും വിശുദ്ധന്മാരുടെയും എല്ലാം ചിത്രത്തിനു മുന്നിൽ കുഞ്ഞുമായി നിന്ന് ചടങ്ങ് ആവർത്തിക്കുന്നുണ്ട്. 1947 റൊമേനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയതോടെ ഈ നാട്ടിൽ മതവിശ്വാസത്തിന് നിയന്ത്രണങ്ങളുണ്ടായി. പിന്നീടുള്ള 4 ദശകക്കാലം പള്ളികളിലെത്തുന്ന ആളുകളുടെ എണ്ണം പോലും നന്നേ കുറഞ്ഞു. പല പള്ളികളും അടച്ചുപൂട്ടി. പള്ളിയുടെ സ്വത്തുക്കൾ ഗവൺമെന്റ് നിയന്ത്രണത്തിലാക്കുകയും ബിഷപ്പുമാരെയും വൈദികരെയും ഗവൺമെന്റ് നേരിട്ട് നിയമിക്കുന്ന രീതി നടപ്പിലാവുകയും ചെയ്തു. കമ്മ്യൂണിസം തകർന്നതോടെ വർദ്ധിത വീര്യത്തോടെ പള്ളികൾ സജീവമാകുന്നതായിരുന്നു സോവിയറ്റ് യൂണിയനിലെ രാജ്യങ്ങളിലേതുപോലെ ഇവിടുത്തെയും കാഴ്ച. ഇപ്പോഴും സെക്യുലർ രാജ്യമാണ് റൊമേനിയ. അതുകൊണ്ട് തന്നെ രാജ്യത്തിന് ഔദ്യോഗിക മതമില്ല. റൊമേനിയൻ ഓർത്തഡോക്സ് ചർച്ചാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മതവിഭാഗം. രാജ്യജനസംഖ്യയിൽ 86% ഓർത്തഡോക്സ് വിശ്വാസികളാണ്. 7% പ്രൊട്ടസ്റ്റന്റുകളും. ആകെ ജനസംഖ്യയിൽ 4% മാത്രമാണ് റോമൻ കത്തോലിക്കർ. അച്ഛൻ എല്ലാവരെയും ആശീർവദിച്ച് ഷേക്ക് ഹാൻഡും നൽകി മടങ്ങുന്നു. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ ദേവാലയമാണിത്.
1559 മിർസിയ ചോബാനിൽ എന്ന ഭരണാധികാരിയാണ് പള്ളി നിർമ്മിക്കുന്നത്. അക്കാലത്ത് അത് മരം കൊണ്ടുള്ള ചാപ്പലായിരുന്നു. പലതവണ തകരുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്ത പള്ളി. 1715 ഇത് ഇന്ന് കാണുന്ന വിധം നിർമ്മിതമാകുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ കുറെ കാലം ഈ ദേവാലയം അടഞ്ഞുകിടന്നിരുന്നു. കമ്മ്യൂണിസം വരുന്നതിനു മുൻപ് റൊമേനിയയുടെ ഭരണത്തിൽ ഓർത്തഡോക്സ് ചർച്ചിനായിരുന്നു മേൽക്കൈ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസത്തിന്റെ കടന്നുവരവിനെ പള്ളി ശക്തമായി എതിർത്തു. ചരിത്രമോർത്തുകൊണ്ട് ഞാൻ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങി. നേരം 4 മണി കഴിഞ്ഞിരിക്കുന്നു. നഗരത്തിൽ തണുപ്പ് കൂടിക്കൂടി വരികയാണ്. ഓൾഡ് സിറ്റിയുടെ കാഴ്ചകളിലൂടെ ഇനിയും ഏറെ നടക്കണം. ബുക്കാറസ്റ്റിന്റെ പുരാഭാഗങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതു വഴി നടന്നാലും പുതുമയുള്ള കാഴ്ചകൾ ക്യാമറയിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കും. ഇവിടെ വേലിക്കെട്ടിനപ്പുറം ഉത്ഖനനം നടക്കുന്നത് പോലെ ഒരു പ്രദേശം കാണാം. പാലറ്റുൽ വോയിയെ വോഡൽ കുർട്ടി വെച്ചി എന്നറിയപ്പെടുന്ന ആർക്കിയോളജിക്കൽ സൈറ്റാണിത്. 13-ാം നൂറ്റാണ്ട് മുതൽ നിലവിലുണ്ടായിരുന്ന ഒരു കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് പ്രധാന കാഴ്ച. അവിടെ നിന്നും നടത്തം തുടരുമ്പോൾ സ്ട്രാഡ സെലാരി എന്ന തെരുവിലേക്കെത്തുന്നു. സ്ട്രാഡ എന്നാൽ സ്ട്രീറ്റ്. സെലാരി സ്ട്രീറ്റിലും അതിലേക്ക് വന്നു ചേരുന്ന ഉപതെരുവുകളിലും ഇരുഭാഗത്തുമായി ധാരാളം റെസ്റ്റോറൻറ്റുകളും ബാറുകളും ഉണ്ടെന്നതാണ് പ്രത്യേകത. കൂടാതെ എന്റർടൈൻമെന്റ് സെന്ററുമാണിവിടം. ഓൾഡ് ബുക്കാറസ്റ്റിലെ പ്രധാന പാതയാണ് സ്ട്രാഡ സെലാരി. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇരുവശത്തും കൊടിമരങ്ങൾ നാട്ടിയിരിക്കുന്നത്. സെലാരി സ്ട്രീറ്റിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ഇരുവശത്തേക്കും തിരിഞ്ഞു പോകുന്ന നിരവധി ചെറുപാതകൾ കാണാം. അതിൻ്റെ എല്ലാം ഓരങ്ങളിൽ നിരവധി റെസ്റ്റോറൻറ്റുകൾ, ഡാൻസ് ബാറുകളും ഡിസ്കോതെക്കുകളും നൈറ്റ് ക്ലബ്ബുകളുമെല്ലാമായി നൈറ്റ് ലൈഫിൻ്റെ ഒരു കേന്ദ്രമാണിത്. വഴിയോര റെസ്റ്റോറൻറ്റുകളിൽ ആളുകളിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അത് കണ്ടതോടെ എനിക്കും നല്ല വിശപ്പ് തോന്നി തുടങ്ങി. ഇവിടെ കബാബുകളുടെ ഒരു കടയുണ്ട്. ഡ്രിസ്റ്റോർ കബാബ് എന്നാണ് കടയുടെ പേര്. ഞാൻ ഇവിടെ ഒരു കബാബ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഒട്ടോമൻ തുർക്കി പാരമ്പര്യത്തിൽ നിന്നും റൊമേനിയയ്ക്ക് കൈവന്ന വിഭവങ്ങളാണ് കബാബും മറ്റും. വളരെ ഫ്രണ്ട്ലിയായ ഒരു സംഘം യുവാക്കളാണ് കടയിലെ ജീവനക്കാർ. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ. വെജിറ്റേറിയൻ കബാബാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിലേറെ പച്ചക്കറികളും കുറേ മുളകുമെല്ലാം അതിൽ നിറയ്ക്കുന്നുണ്ട്. നെടുകെ പിളർന്ന ബ്രെഡിനകത്ത് ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും ക്യാരറ്റുമെല്ലാം ഉണ്ട്. പിന്നെ അത് ഒരു പ്ലാസ്റ്റിക് കുമ്പിളിലാക്കി വലിച്ചു മുറുക്കി പൊതിഞ്ഞു തരും. ഹെവി ഐറ്റമാണ്. ഒറ്റയിരുപ്പിന് തിന്നണം. പൊതിഞ്ഞെടുത്ത വെജിറ്റബിൾ കബാബും ഒരു ടിൻ കോളയും വാങ്ങി തെരുവോരത്ത് തന്നെയുള്ള കസേരകളിലൊന്നിൽ സ്ഥാനം പിടിച്ചു. വഴിയോര കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചു. നിറഞ്ഞ വയറുമായി വീണ്ടും സ്ട്രാഡ സെലാരിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കാണുന്ന പഴയ കെട്ടിടങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നത് റെസ്റ്റോറൻറ്റുകളും ബാറുകളും തന്നെ. ചരിത്രത്തിൻ്റെയും പ്രാദേശിക സംസ്കാരത്തിൻ്റെയും പരമ്പരാഗത ജീവിതശൈലിയുടെയും ഒരു കേന്ദ്രമാണ് ഇവിടമെന്ന് പറയാം. തുർക്കി പാരമ്പര്യത്തിൽ നിന്നുള്ള വിഭവങ്ങളാണ് ഇവിടുത്തെ മിക്ക റെസ്റ്റോറൻറ്റുകളിലും ലഭിക്കുക എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. റെസ്റ്റോറൻറ്റ് നടത്തിപ്പുകാരിൽ അധികവും ടർക്കിഷ് ടാർട്ടാർ പാരമ്പര്യമുള്ളവരാണെന്നതാവാം അതിനൊരു കാരണം. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കല്ല് വിരിച്ച മനോഹരമായ പാതകൾ. രാത്രിയാവണം ഇവിടം കൂടുതൽ സജീവമാകാൻ. 4 മണിയാവുമ്പോഴേക്കും ഈ തെരുവുകളിലേക്ക് ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് തുടങ്ങുകയായി. ആദ്യം ഇതൊക്കെ ഇന്നാട്ടുകാരാണോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു. കാഴ്ചകൾ കൗതുകപൂർവ്വം കണ്ടു നടക്കുന്നവരും
ഫോട്ടോ എടുത്തും മാപ്പുകൾ നോക്കിയും നീങ്ങുന്നവരും ഇന്നാട്ടുകാരാവില്ലല്ലോ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഇവിടേക്ക് സഞ്ചാരികൾ എത്തുന്നുണ്ട്. റൊമേനിയ എന്ന രാഷ്ട്രത്തിന്റെ ചരിത്രവും സാംസ്കാരിക സവിശേഷതകളും പഠിച്ചാൽ തീർച്ചയായും ആരും ഇവിടം സന്ദർശിക്കാൻ ആഗ്രഹിച്ചു പോകും. ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. അവരെല്ലാം ആവേശഭരിതരാണ്. യൂറോപ്പിലെ മറ്റേതൊരു രാജ്യത്തെയും പോലെ ധാരാളം അത്ഭുതങ്ങൾ കാത്തുവച്ചിരിക്കുന്ന ഒരു നാടാണ് റൊമേനിയ. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് ടൂറിസം മേഖല ഉണർന്നിരുന്നില്ല. റൊമേനിയയിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവിനെ അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നുമില്ല. കമ്മ്യൂണിസത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം രാജ്യത്ത് ടൂറിസം രംഗം സാവധാനം വളർച്ച പ്രാപിച്ചു തുടങ്ങി. ഇപ്പോൾ പ്രതിവർഷം 20 ലക്ഷം വിദേശ ടൂറിസ്റ്റുകൾ റൊമേനിയയിൽ എത്തുന്നുണ്ടെന്നാണ് കണക്ക്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ചില ശേഷിപ്പുകൾ ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ഇപ്പോൾ ഇവർ. റൊമേനിയയിൽ ദീർഘമായൊരു യാത്ര ലക്ഷ്യം വെച്ചാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ നാട്ടിലെ കൗതുകകരവും ചരിത്രമുറങ്ങുന്നതുമായ നിരവധി കാഴ്ചകളിലേക്ക് വരും ദിവസങ്ങളിൽ പോകാനിരിക്കുന്നതേയുള്ളൂ. സ്ട്രാഡ സെലാരിയിലൂടെയുള്ള ഈ നടത്തം തന്നെ രസകരമാണ്. പല കെട്ടിടങ്ങളുടെയും ഇങ്ങനെയുള്ള മുകൾ നിലകൾ റെസ്റ്റോറന്റുകൾ തന്നെയാണ്. റൊമേനിയയിലെത്തുന്ന ടൂറിസ്റ്റുകളിൽ ഭൂരിഭാഗവും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഇങ്ങനെയുള്ള ശൈത്യകാലത്ത് അവർ പൊതുവെ ഉല്ലാസയാത്രകൾ ഒഴിവാക്കുന്നതാണ് പതിവ്. ഒരു പൗരാണിക നഗരം എങ്ങനെ ടൂറിസത്തിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്നതാണ് ഞാൻ ഇവിടെ നിന്നും പകർത്തിയെടുക്കുന്നത്. പല രൂപത്തിലും ഭാവത്തിലുമുള്ള റെസ്റ്റോറന്റുകൾ, വഴിയോരത്തേക്ക് കസേരകൾ ഇറക്കിയിട്ടിരിക്കുന്ന റെസ്റ്റോറന്റുകളുടെ പിന്നിലെ കെട്ടിടത്തിൽ നൈറ്റ് ക്ലബ്ബുകളാണ്. ചില്ലുജാലകങ്ങൾക്കപ്പുറം സുന്ദരിമാരുടെ പ്രതിമകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് നിറം കെട്ടുകിടന്ന ഒരു പ്രദേശമാണ് ബുക്കാറസ്റ്റിന്റെ ഓൾഡ് ടൗൺ. കെട്ടിടങ്ങളെല്ലാം ജീർണിച്ചു പോയിരുന്നു. അവ പരമ്പരാഗതമായി ഇവിടെ വസിച്ചു വന്നവരുടെ താമസ കേന്ദ്രവും ചെറിയ കച്ചവട കേന്ദ്രവുമെല്ലാമായി നിലനിന്നു. കമ്മ്യൂണിസം തകർന്ന വേളയിൽ രാജ്യത്തെ സാമ്പത്തികമായി ഉയർത്താൻ ഭരണാധികാരികൾ കണ്ടെത്തിയ ഒരു മാർഗം ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു. ബുക്കാറസ്റ്റിനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വളർത്തിയെടുക്കാൻ തീരുമാനിച്ചതോടെയാണ് ഈ ഓൾഡ് സിറ്റിയുടെ ഗതി മാറിയത്. ജീർണിച്ച കെട്ടിടങ്ങളെല്ലാം അറ്റകുറ്റപ്പണികൾ നടത്തി ഭംഗിയാക്കി. തെരുവുകളിൽ കല്ലുപാകി വെടിപ്പാക്കി. അതോടൊപ്പം നൈറ്റ് ക്ലബ്ബുകളും മസാജ് സെന്ററുകളും തുടങ്ങി ശരീരവിൽപ്പന കേന്ദ്രങ്ങൾ വരെ ഉണ്ടായി എന്നത് ദ്രുതഗതിയിലുള്ള ടൂറിസം വളർച്ചയുടെ മറ്റൊരു വശം. ഓൾഡ് സിറ്റിയുടെ പ്രധാന ഭാഗങ്ങളിൽ വാഹനഗതാഗതം നിരോധിച്ചു. വഴിയോരങ്ങളിൽ റൊമാന്റിക് ഫീൽ നൽകുന്ന റെസ്റ്റോറന്റുകളും ബിയർ ഗാർഡനുകളും ഉണ്ടായി. റൊമേനിയയുടെ ടൂറിസം രംഗം വർഷത്തിൽ 7% എന്ന തോതിലാണ് ഇപ്പോൾ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രാഡ ലിബ്സ്കാനി എന്ന തെരുവിലേക്കാണ് ഞാനിപ്പോൾ നടന്നെത്തിയിരിക്കുന്നത്. നാഷണൽ ബാങ്ക് ഓഫ് റൊമേനിയയുടെ മന്ദിരം തെരുവിന്റെ അങ്ങേയറ്റത്ത് വലതുവശത്ത് കാണുന്നു. ഇടതുവശത്തുള്ളത് CEC ബാങ്ക് കെട്ടിടമാണ്. ഒരു ചത്തുരം തന്നെയുണ്ട് അവിടെ. ഇവിടെയൊന്നും ബാങ്ക് കെട്ടിടമെന്നത് കലാബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കോൺക്രീറ്റ് നിർമ്മിതികളല്ല. ഭാവനാസമ്പന്നനായ ഒരു ശില്പി മെനഞ്ഞ ശില്പം പോലെ സുന്ദരമാണത്. ആ ബാങ്ക് കെട്ടിടങ്ങളുടെ സമീപത്തേക്ക് നടക്കുമ്പോൾ തെരുവിലെവിടെയോ നിന്ന് സംഗീതം ഒഴുകിപ്പരക്കുന്നത് കേൾക്കാം. യൂറോപ്പിലെ പഴയ നഗരഭാഗങ്ങളുടെ പ്രത്യേകതയാണിത്. സംഗീതമില്ലാത്ത തെരുവുകൾ ഇവിടെ കാണാനാവില്ല. ഇവിടെ നിന്നുമാണ് സംഗീത പ്രവാഹം. അക്കോർഡിയനിൽ തന്റെ മാന്ത്രിക വിരലുകൾ ഓടിച്ചുകൊണ്ട് ഒരാൾ. എന്റെ ക്യാമറ കണ്ടപ്പോൾ ഇദ്ദേഹം എനിക്ക് വേണ്ടി സംഗീതമുതിർക്കാൻ തുടങ്ങി. ഞാനാകട്ടെ ആത്മാർത്ഥമായി ഏകാഗ്രതയോടെ ഈ സംഗീത കാഴ്ച എന്റെ ക്യാമറയിലേക്ക് പകർത്തുകയാണ്. സഫാരിയുടെ ഓപ്പറ ഹൗസിനു വേണ്ടി ഒരു പരിപാടി കൂടി എന്റെ ക്യാമറയിലേക്ക്.
ഇദ്ദേഹത്തെ പോലുള്ള കലാകാരന്മാർ പണമുണ്ടാക്കുന്നതിനു വേണ്ടിയാണോ ഇങ്ങനെ തെരുവോരത്തേക്ക് ഇറങ്ങുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ പെട്ടിയിൽ അധികം പണം വന്ന് വീഴുന്നതൊന്നും കാണുന്നില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഈ കലാകാരൻ അക്കോർഡിയനുമായി തെരുവിലേക്കിറങ്ങുന്നത്. പണസമ്പാദനം മാത്രം ലക്ഷ്യമാക്കാതെ ആത്മപ്രകാശനത്തിനുള്ള ഒരു വേദി കൂടിയായിട്ടാവാം ഇദ്ദേഹം ഈ തെരുവോരത്തെ കാണുന്നത്. ക്യാമറയുമായി നിന്ന് ഒരാൾ തന്റെ സംഗീതം ആസ്വദിക്കുന്നത് കണ്ടപ്പോൾ ഏറ്റവും മികച്ച ഈണം കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ പെർഫോം ചെയ്യാൻ ഇദ്ദേഹം ആഗ്രഹിച്ചു പോയതുമാവാം. സ്നേഹസൂചകമായി 4 ല്യൂ അദ്ദേഹത്തിന്റെ പെട്ടിയിൽ നിക്ഷേപിച്ച് ഞാൻ നടത്തം തുടരുകയാണ്. കുഞ്ഞുങ്ങളെ തോളിലേറ്റിയാണ് ചിലരുടെ നടത്തം. കുട്ടികൾക്കാവട്ടെ ഇതെല്ലാം ഉത്സവപ്പറമ്പിലെ കാഴ്ചകൾ പോലെ കൗതുകകരമാണ്. ടൂറിസ്റ്റുകളും നാട്ടുകാരുമെല്ലാമുണ്ട് വഴികളിൽ. വൈകുന്നേരമാവും തോറും ഓൾഡ് സിറ്റിയിലെ പ്രധാന സ്ട്രീറ്റുകൾ കൂടുതൽ സജീവമായിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു ജംഗ്ഷനാണ്. വലതുവശത്ത് നാഷണൽ ബാങ്ക് ഓഫ് റൊമേനിയയുടെ കെട്ടിടം. ഒരു ക്ലാസിക് മന്ദിരമാണത്. BNR പാലസ് എന്നും ഈ കെട്ടിടം വിശേഷിപ്പിക്കപ്പെടുന്നു. രണ്ടാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ട 1942-44 കാലത്താണ് നാഷണൽ ബാങ്ക് കെട്ടിടം നിർമ്മിതമായതെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇടതുവശത്ത് ഇൻഷുറൻസ് ഫിനാൻസ് മേഖലകളിൽ പ്രമുഖമായ CEC ബാങ്ക് മന്ദിരം. നാഷണൽ ബാങ്ക് കെട്ടിടം പ്രൗഢമായൊരു നിർമ്മിതി തന്നെയാണ്. ഇന്ത്യയിൽ റിസർവ് ബാങ്കിനുള്ള സ്ഥാനമാണ് റൊമേനിയയിൽ നാഷണൽ ബാങ്കിനുള്ളതെന്ന് ഓർക്കണം. രാജ്യത്തിൻ്റെ നാണയസംബന്ധിയായ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് ഇവിടെ നിന്നുമാണ്. ഇയാൻ ഡേവിഡേഷു എന്ന പ്രതിഭാധനനായ ആർക്കിടെക്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ മന്ദിരത്തിന്റെ നിർമ്മാണം. രണ്ടാം ലോകമഹായുദ്ധത്തിനിടയിൽ ശരിക്കും യുദ്ധകാലാടിസ്ഥാനത്തിൽ വെറും 2 വർഷം കൊണ്ടാണ് ഈ ബൃഹത് നിർമ്മിതി പൂർത്തിയായത്. 1944 മുതൽ റൊമേനിയയുടെ മോണിറ്ററി പോളിസിയും എക്സ്ചേഞ്ച് റേറ്റും നിശ്ചയിക്കുന്നതും നടപ്പാക്കുന്നതും ഇവിടെ നിന്നുമാണ്. 1880 റൊമേനിയയുടെ നാഷണൽ ബാങ്ക് നിലവിൽ വരുന്നത്. യൂറോപ്പിലെ ഏത് രാജ്യവും, അത് ദരിദ്രമോ സമ്പന്നമോ ആകട്ടെ, അവരുടെ സാംസ്കാരിക ഔന്നത്യവും പ്രൗഢിയും പ്രദർശിപ്പിക്കുന്നതിൽ ഉത്സുകരായിരിക്കും. അങ്ങനെ നടക്കുമ്പോൾ എത്തുന്നത് ഈ കലാകാരന്റെ അടുത്തേക്കാണ്. കാഴ്ചക്കാർ ആരുമില്ലെങ്കിലും ഇദ്ദേഹം നല്ല ആവേശത്തിലാണ്. കാഴ്ചയിൽ സന്തൂർ പോലെയിരിക്കുന്ന ഒരു ഉപകരണം. അതിൽ ആവേശപൂർവം സംഗീതമുണർത്തുകയാണ് കലാകാരൻ. ഈ ഭാവത്തിൽ നിന്നും കരചലനങ്ങളിൽ നിന്നും തന്റെ കലയിൽ ഏറ്റവും മുഴുകിയാണ് ഇദ്ദേഹം ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. സംഗതി ഞാൻ ചിത്രീകരിക്കുകയാണെന്ന് കണ്ടതോടെ കലാകാരൻ വലിയ ആവേശത്തിലാണ്. ഹംഗറി, സ്ലൊവാക്യ, റൊമേനിയ, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ നാടുകളിൽ നൂറ്റാണ്ടുകളായി പ്രചാരത്തിലുള്ള ഒരു ഉപകരണമാണിത്. ഹാമേഡ് ദുൾസിമർ എന്നു പേര്. അത്ഭുതകരമായ ആ കരചലനങ്ങൾ കണ്ടും ദുൾസിമറിൽ നിന്നുയരുന്ന നാദം ശ്രവിച്ചും ഞാൻ കുറേ നേരം നിന്നു. അധികമാരും ഈ പരിപാടി ആസ്വദിക്കുന്നില്ലെങ്കിലും കലാകാരൻ സ്വയം ആസ്വദിക്കുന്നുണ്ട്.
ഇതുതന്നെയാണല്ലോ ഉദാത്തമായ കലയുടെ ഏറ്റവും നല്ല ഉദാഹരണം. ദുൾസിമർ കലാകാരനും നൽകി ഞാൻ ഏതാനും ല്യൂ നോട്ടുകൾ. റൊമേനിയയുടെ തലസ്ഥാനം എന്നെ കലകൾ കൊണ്ട് സ്വീകരിക്കുകയാണ്. ഈ നഗരത്തിൽ ഇനിയും ഒട്ടേറെ കാഴ്ചകളുണ്ട്. സന്ധ്യ മയങ്ങും മുൻപ് അതിൽ പരമാവധി കാഴ്ചകൾ എനിക്ക് ക്യാമറയിലാക്കണം.